to see just where I stand. You know exactly who I am. Taking everything I want. Don't believe me, then just watch. Standing like the earth is mine. Moving like I own this time. Can't stop me now. Can't stop me now. Can't stop me now. I'm just doing what I do. Won't stop doing what I do. I don't know you, but I know it's complicated when love is overrated for you. Getting used to all late night conversations. I'm running out of patience with you. But all you have to say is how you like to breathe out, how you need to breathe. Holding on to me is how you stay alive now. What if she knew? What if she knew but you? What if she knew? What if she knew but you and me? About all your imperfections, don't know what I'm believing, I don't. If you want me, we could go and never come back, but you will never do that, you won't. But all you have to say is how you like to breathe out, how you need to breathe. Holding on to me is how you stay alive now. What if she knew? What if she knew? പരിശുദ്ധാത്മാവേ നീടും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യഗാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ഉണങ്ങി വരണ്ട മാനസം കണ്ണവിണ്ണിൻ തടാകമേ മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നേളം തെന്നലേ രക്തസാക്ഷികളാഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വഴികളെയും വാഹനങ്ങളെയും അവിടത്തേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയും അനുഗ്രഹവും എല്ലായ്പ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയോട് തന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും
ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സുശേഷം 2-ാം അധ്യായം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കരുത് എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിലേക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. Drinking coffee in the morning. I hate that place everybody goes. If it's fun, I'll probably think it's boring. Just like that song everybody knows. So put your hands up in the air if you hate songs that tell you to. Put your hands up in the air, up, up, up in the air. 'Cause I'm anti-everything, but I love you. I'm fucking miserable till you walk into the room, yeah. I talk a lot of shit, but swear you'll get used to it. 'Cause I'm anti-everything but you. Everything but you. അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും നീക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, രക്ഷണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യനേകനായിരിക്കുന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുളി ചെയ്തുകൊണ്ട്
ആദത്തിന് സഖ്യയെ ഹവ്വായി സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ നീനുവിനെയും മെൽബിനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപുരം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന് കാവൽക്കാരനെ മാർ യോസേപ്പേ, ദൈവമാതായ പരിശുദ്ധ കന്യകാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. 2-ാം അധ്യായം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. Everything, but I hate every second you're not with me. I hate when we have to say goodbye. You're the only one who makes me feel things, 'cause I usually feel nothing inside. So put your hands up in the air if you hate songs that tell you to. Put your hands up in the air, up, up, up in the air. 'Cause I'm anti-everything, but I love you. I'm fucking miserable till you walk into the room, yeah. I talk a lot of shit, but swear you'll get used to it. 'Cause I'm anti-everything but you. Everything but you. Everything but you. Everything but I'm anti-everything but I love you. I'm fucking miserable till you walk into the room, yeah. I talk a lot of shit but swear you'll get used to it. 'Cause I'm anti-everything but everything but you. 'Cause I'm anti-everything but I love you. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീഥിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ
എല്ലാവരെയും ഇടപ്പലിതേമാരിലേക്ക് സ്വാഗതം ചെയ്തും ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഈ കർമ്മങ്ങൾക്കായി കടന്നു വന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചിരുന്നു. സ്വർഗീയ വരങ്ങളാലെ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന്റെ രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിൽ മനുഷ്യകുലത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ കുദാശ യുവതിയുടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ പുത്രി ശ്രുതി കേൾക്കുക, നിന്റെ ജനതയെ പിതൃഗ്രഹത്തെ നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ സന്ദർശിക്കും. തൊഴികളായ നമ്മളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭാരത്തെ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പരിശുദ്ധാത്മാവിനെ സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം പോലെ നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളങ്ങളിൽ വീശുകയും അങ്ങയുടെ സുഖത്തിന്റെ ജ്ഞാനങ്ങളെ ആത്മാക്കളെ പ്രകാശിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന സ്ഥിതിവാനുമാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നമ്മുടെ ചുവട് നിൽക്കുന്ന സമയം നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും നടത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥാവേ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയും നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ അന്തവിധം എപ്പോഴും ഞങ്ങളെ സാധ്യമാവുക. ബാഹ്യമോടികളായ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളുമല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപേ പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശം എന്ന നിലയിൽ അവരോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. പരിശുദ്ധ സുവിശേഷം 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരെ വിരുന്നിന് ക്ഷണിക്കപ്പെടാൻ യേശു അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് മെനക്കുമെന്ന് എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം തളിക്കുന്ന 6 കൽക്കണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. കരടികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടിരുന്നുവെന്ന് അവൻ പറഞ്ഞു. അവർ പ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം വിളിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവർ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി ഒഴിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരുന്നു. എന്നാൽ ഈ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. പ്രിയ മാതാപിതാക്കളെ, ബന്ധുജനങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് തിരുസഭാ മാതാവ് പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ ദിനത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇവര് പുതിയൊരു ജീവിതത്തിലേക്ക് ആലോചിച്ച് തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം ഇവരുടെ ഈ കുടുംബത്തിലേക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പുതിയൊരു കുടുംബത്തിന്റെ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹപൂർവ്വം നേരുകയും. കുടുംബജീവിതം പട്ടം പറപ്പിക്കലിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഒരു കുട്ടിയെ കടൽത്തീരത്ത് പട്ടം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാറ്റിന്റെ ഗതി അനുസരിച്ച് അതിമനോഹരമായിട്ട് ഈ പട്ടം ആകാശത്തിലൂടെ പറന്നു കളിക്കും. അതിലൊരു പക്ഷി പറന്നു വരും. പക്ഷിയോട് പട്ടം തന്റെ വിഷമം പറഞ്ഞു, എനിക്ക് പറന്ന് അങ്ങ് ചന്ദ്രനിൽ ചെല്ലുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ നൂൽബന്ധ
ബന്ധപ്പെടാൻ കാരണം നീ ഒന്ന് ഈ നൂലിനെ ഒന്ന് അറുത്തു തരുമോ? നല്ല കാര്യത്തിനാണല്ലോ എന്ന് ഓർത്ത് പക്ഷി ആ നൂലിന്റെ ബന്ധമെന്ന് പറഞ്ഞ് അറുത്ത് പൊട്ടിച്ചു. ആകാശത്ത് വളരെ മനോഹരമായിട്ട് പറന്ന് കളിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ പരസ്പരമുള്ള ബന്ധത്തിലൂടെ വളർന്നു വന്നുകൊണ്ട് കർത്താവാകുന്ന ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളിലും വേദനകളിലും കുറവുകളിലും സന്തോഷങ്ങളിലുമൊക്കെ ഒരുമിച്ച് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരും ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ഭാരമാകുകയും ജീവിത സാഹചര്യങ്ങളിലുണ്ടാകുന്ന വേദനകളിലും കുറവുകളുമൊക്കെ കർത്താവിന്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് സഹിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പരസ്പരം അറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുപോകണമെന്നാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കുറവുകൾക്ക് നിറമായി മാറുന്നത്. അതുപോലെ മെൽവിന് ഒത്തിരി കുറവുണ്ട്. ഇന്ന് മുതൽ നീനും മെൽവിന്റെ കുറവുകൾക്ക് നിറമായി മാറും. അതുപോലെ അരുണിന് ഒത്തിരി കുറവുകളുണ്ട്. അരുണിന്റെ കുറവുകൾക്ക് ഇന്ന് രേഷ്മ നിറമായി മാറും. അതുപോലെ രേഷ്മയ്ക്ക് ഒത്തിരി കുറവുകളുണ്ട്. ആ കുറവുകൾക്ക് അരുൺ നിറമായി മാറും. അങ്ങനെ പരസ്പരം നിറവുകളായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ പരിശുദ്ധാത്മാവിനെ അയച്ച് കർത്താവ് തന്നെ അത് നികത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിക്കുന്ന അപ്പച്ചന്മാരോട് അമ്മച്ചന്മാരോട് 25, 50 കൊല്ലം വിവാഹ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന അമ്മച്ചന്മാരോടൊക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ചോദിച്ചാൽ അവർക്കും ഇതേ കാര്യമാണ് പറയാൻ. നിങ്ങൾ പരസ്പരം അറിഞ്ഞത് കർത്താവിനെ നിർത്തിക്കൊണ്ട് കർത്താവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ നിയമം ഒരേ ലക്ഷ്യത്തോടുകൂടി ഒരുമിച്ച് മുമ്പോട്ട് പോയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സന്തോഷപ്രദമായിട്ട് ജീവിക്കാൻ സാധിച്ചതെന്ന് ഒരേ സ്വരത്തിൽ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊരു മാതൃകയായില്ലേ? ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒരേ ഒരു ജീവിതമായിരിക്കണം. ഇവരുടെ കുടുംബജീവിതം വളരെ സന്തോഷപ്രദമാകണം. ഇനി ഇവരുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഉത്തരവാദിയാണ്. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ള ഒറ്റ ഉത്തരവാണ് ഇവരുടെ കുറവുകൾ മുമ്പോട്ട് പോകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെ ഏറ്റെടുത്തിരിക്കുന്ന മൃഗങ്ങളും ഇവരെ ചൊല്ലുവാൻ പോകുന്ന മൃഗങ്ങള് അത് ജീവിത അവസാനം വരെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങൾ പരസ്പരം അണിയാൻ പോകുന്ന താലിയിൽ ഒരു കുരിശടയാളമാണ് നിങ്ങൾ വെച്ചിരിക്കുക. അത് ഇത്രമാത്രമേ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. കുരിശാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. അത് കർത്താവിന്റെ മുഖത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ എടുക്കുമ്പോൾ അതിന് ഭാരം ഉണ്ടാവുകയില്ല. സന്തോഷപ്രദമായ ജീവിതം മാത്രമായിരിക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുക. മറിച്ച് അവിടെ വേദനകളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, കുറവുകളുണ്ടാകും. അവിടെയൊക്കെ കർത്താവിന്റെ മുഖത്തോട് ചേർത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ഈ കുടുംബജീവിതത്തെ എടുക്കുമ്പോൾ അവിടെ ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കും. അവിടെ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്വർഗതുല്യമായ ഒരു ജീവിതമായിരിക്കും നമ്മുടെ കുടുംബജീവിതം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. സഭയുടെ ജന്മം എന്ന് പറയുന്നത് ഈ പെന്തക്കോസ്ത ദിനത്തിനാണ്. അപ്പോൾ ഈ പെന്തക്കോസ്ത ദിനത്തിൽ തന്നെ നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചത് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിന്നുകൊണ്ട് കുടുംബജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരിൽ പുതിയ കുടുംബജീവിതത്തിന്റെ പ്രാർത്ഥന ആശംസകൾ സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ത്യാഗപൂർവമായ ജീവിതം നയിക്കുവാൻ ദൈവജനമാകുന്ന ആത്മീയനായി സകലരെയും ക്ഷണിക്കുന്ന മിശിഹായി അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബജീവിതം നയിച്ച് സ്വർഗീയ വീടിൽ പങ്കുകാരാകുവാൻ വിവാഹബന്ധത്തിന്റെ അഭ്യന്തരം പഠിപ്പിച്ച മിശിഹായി പരസ്പര വിശ്വസ്തയോടും ചാരിത്രശുദ്ധിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യ നയിക്കുവാൻ കാനായിലെ കല്യാണങ്ങളിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരമായി അനുഗ്രഹിച്ച മിശിഹായി അങ്ങയുടെ സഹായത്തെ ആശ്രയിച്ച് ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനകളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുവരന്മാർ
സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരെ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നെറ്റിക്കിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തെ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ കൂടാശിയാകുവാൻ പോകുന്നു. ഈ കൂടാശി യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഗതി തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. പുരുഷന് ജീവിത ദാസനാക്കണമേ. അങ്ങനെ കൃപാസമൃദ്ധമായി ഞങ്ങളെ ചെറിയണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ജോൺ അരുണമായിരിക്കുന്ന ജോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി നീനുവിനെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. നീനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മെലുവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങളുടെ വിവാഹ നടപടിക്ക് സാക്ഷിയാണ്. നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും ജീവനം നയിക്കുവാൻ നമ്മുടെ കർത്താവിശ്വസിയാനികളെ വിവാഹകാര്യത്തിലേക്ക് മാറാകണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിന് മുദ്രിതമായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രഭാവനത്തിലെ അനുശുവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുഗ്രഹിക്കുന്നവാനായ കർത്താവേ, ഈ മന്ത്രകോടികൾ ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയോ എന്നിവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സന്തോഷത്തിനും ദുഃഖത്തിനും, സമ്പത്തിനും ദാരിദ്ര്യത്തിനും, ആരോഗ്യത്തിനും അനാരോഗ്യത്തിനും പരസ്പര സ്നേഹത്തോടും
വിശ്വസ്തയോടുകൂടി ഏക മനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷകരുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടുന്ന് നിങ്ങളെ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിൽ നായകനായ മാർ ഔസേപ്പിന്റെയും ആദിഷ്ടം ഇവർ
ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകലവിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാസ്യ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ ഉദാശ നിങ്ങളെ ശക്തനാകട്ടെ. സന്താന സൗഭാഗ്യം നൽകിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശയങ്ങളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യതയെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം ചാത്തിയ നിങ്ങൾക്കാശംസകൾ. നൂറാശംസകൾ ആശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. വധൂവരന്മാരെ നിങ്ങൾക്കാശംസകൾ. മരണമാല്യം
problems in the streets again, drowning in the violence. It's getting pretty tense. A lot of anger in the faces I see, a lot of bitterness, communal emptiness. Don't trust the water, friend. Chemicals hide with the skeletons. Don't trust their false pretense. Counterfeit lies are your best defense. I say, ooh, we've got to go whole hard. Ooh, and darling, 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 go whole hard. We've got to go whole hard. And darling, 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 go whole hard. We got issues that we can't change quickly as we'd like to, as we need to. And I'm worried it will backspin, pulling out the linchpin, leaving us victims. Don't trust the water, friend. Chemicals hide with the skeletons. Don't trust their false pretense. Counterfeit lies are your best defense. I say, ooh, we've got to go whole hard. Ooh, and darling, 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 go hard. We've got to go whole hard. And darling, 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 go hard. I say, head first, past the point of no return. It's the only way left to go. Can't keep talking while the years go by. Gotta go whole hard this time. You gotta go whole hard. You gotta go whole hard this time. You gotta go whole hard this time. I said, ooh, we've got to go whole hard. Ooh, and darling, 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 go whole hard. Ooh, we've got to go whole hard. Ooh, darling, 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 go. വന്നു കാതിൽ പറഞ്ഞു നീ എന്നുമെന്നും എന്റേതു മാത്രം ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ ഈ കണ്ണുകളിൽ നീയാണു ലോകം ഈ കാതുകളിൽ നീയാണു രാഗം ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ ചെഞ്ചുണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയെ നെഞ്ചൊന്നു പിടിച്ചോ പറയൂ പതിയെ
വിരലാൽ മെല്ലെ തഴുകും മേലെ മേയും നീലമുകിലും നിൻവേളി നാളിൽ ചേർന്നലിയേ തങ്കക്കസവിൽ തിങ്കൾ കലയോ പയ്യെ പയ്യെ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി പുഞ്ചിരി താരങ്ങൾ പൂത്തിടും രാവെത്തി കൂടെ പോരുകില്ലേ പ്രിയങ്കരി പ്രിയങ്കരി ഈ വീടിന്നവൾ പ്രിയങ്കരി 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 ഈ വീടിന്നവൾ പ്രിയങ്കരി പയ്യെ പയ്യെ എൻ പൂത്തുമ്പി പെണ്ണും തഞ്ചി തഞ്ചി നൂറിഷ്ടങ്ങൾ കൊഞ്ചി മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുനാ കണ്ഠേ പദ്നാമേ ശുഭഗേ ത്വം ജീവ ശരതാം ശതം. ഒരു വേനൽ പുഴയിൽ തെളിനീ